നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ? മണിക്കൂറോളം പഠിക്കും, പക്ഷെ അടുത്ത ദിവസം ഒന്നും ഓർമ്മയില്ല. അപ്പോൾ പ്രശ്നം നിങ്ങളുടെ ഓർമ്മശക്തിയല്ല, നിങ്ങൾ പഠിക്കുന്ന രീതിയിലാണ്. ഈ വീഡിയോ അവസാനം വരെ കാണും. പഠിച്ചത് കൂടുതൽ സമയം ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നിങ്ങൾക്ക് പറഞ്ഞുതരാവുന്നതാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യമാണ് മനസ്സിലാക്കി പഠിക്കുക, മനപ്പാഠമാക്കാതിരിക്കുക എന്ന് പറഞ്ഞത്. അതായത് പലരും ചെയ്യുന്ന തെറ്റ്, ഈവൻ ഞാൻ ചെയ്യുന്ന തെറ്റ് കൂടി ആയിരുന്നു അത്. പിന്നീട് അത് മാറ്റാൻ തോന്നി, അല്ലെങ്കിൽ മാറ്റിയ ഒരു ട്രിക്ക് കൂടിയായിരുന്നു ഇത്. അതായത് മനഃപ്പാഠമാക്കാതിരിക്കുക. നമ്മൾ വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക, പക്ഷെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് അത് കൃത്യമായി പരീക്ഷയിൽ എഴുതുമ്പോൾ നമുക്കത് ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്നുമില്ല. അതിനെ കുറിച്ചിട്ട് എക്സാം വീട്ടിലൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത്ര മുമ്പ് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിനിൽ അധികം സ്റ്റോർ ആയി നിൽക്കുകയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഓരോ ടോപ്പറും ചെയ്യുന്ന ഒരേ ഒരു കാര്യമാണ് മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് തന്നെ ആ ഒരു തെറ്റ് നിങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആക്റ്റീവ് റീകോൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് ഒരു പേജ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പുസ്തകം അടച്ചിട്ട് എന്ത് ചെയ്യുക, ആ പേജിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാര്യം ഓർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളെ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ ഒരു ടൈമിൽ തന്നെ ആ പഠിച്ച കാര്യം നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി വീണ്ടും വായിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നുള്ളതാണ്. കാരണം വെച്ചാല് ഈ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുമ്പോൾ നമുക്ക് എക്സാമിന് ഗുണം ചെയ്യും. അടുത്ത പേജ് വായിക്കുമ്പോൾ ഇത് മറന്നു പോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിന് ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമതാണ് സ്പേസ്ഡ് റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞത്. അതായത് ഒരു ദിവസം മാത്രം പഠിച്ചു തീർത്തത് അതേ വിഷയം പിന്നീട് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. ഉദാഹരണത്തിന് 1 ഡേ പഠിക്കുക, 2nd ഡേ റിവിഷൻ ചെയ്യുക, 7th ഡേ വീണ്ടും റിവിഷൻ ചെയ്യുക, അവസാനം 3rd ഡേ ആകുമ്പോൾ വീണ്ടും റിവിഷൻ ചെയ്യുക. അങ്ങനെ ഇടവിട്ട് ആവർത്തിക്കുക എന്നുള്ളതാണ് പഠിച്ചതൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുമ്പോൾ കൃത്യമായി നമുക്ക് ഓർമ്മ നിൽക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് പതിയും എന്നുള്ളതാണ്. ഇനി നാലാമത്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിച്ചൊരു കാര്യം നമ്മുടെ സുഹൃത്തിനെയോ സഹോദരനെയോ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ കണ്ണാടി മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മളതിനെ വിശദീകരിക്കും. ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു ടെക്നിക്കാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാനായിട്ടും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ടെക്നിക്കാണിത് എന്നുള്ളതാണ്. പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും ഉപകാരപ്രദമാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇനി 5ാമത്തെ കാര്യമാണ് ഫോൺ അകറ്റി വെക്കുക എന്നുള്ളത്. അത് പഠിക്കുമ്പോൾ ഓരോ 5 മിനിറ്റിനും ഫോൺ നോക്കുകയാണെങ്കിൽ തലച്ചോറ് ശ്രദ്ധ തകരുന്നതാണ്. അതായത് നോട്ടിഫിക്കേഷൻ വന്നു, ടിങ്ങുന്ന ശബ്ദം വന്നു, നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്തു, ഫോൺ ഓൺ ചെയ്തു വിചാരിക്കാം. അപ്പൊ നമ്മളുടെ ഫോക്കസ് ഫോണിലേക്ക് പോകും, പഠനത്തിലേക്ക് വരില്ല. ഓരോ 30 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കും പഠനത്തിന് വേണ്ടി. അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ 30 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പഠിക്കുക. എന്ത് മാറ്റിയതിനു ശേഷം? ഫോൺ മാറ്റിയ ശേഷം പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറെ നമുക്ക് വ്യത്യാസങ്ങൾ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും അതിൻ്റെ ഇടയിൽ 5 മിനിറ്റ് ഫോൺ നോക്കി നിൽക്കരുത്, നമ്മളുടെ ഫോക്കസ് കുറയും എന്നുള്ളതാണ്. ഇനി 6ാമത്തെ കാര്യമാണ് ഉറക്കം കുറയ്ക്കുക എന്ന് പറയുന്നത്. അതായത് പല വിദ്യാർത്ഥികളും ചെയ്യുന്ന മിസ്റ്റേക്കാണ് പഠനം നന്നായിട്ട് ചെയ്യും പക്ഷെ ഉറങ്ങില്ല എന്നുള്ളത്. അതായത് ഈ തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ തലച്ചോറിൽ പഠിച്ചത് ഓർമ്മ നിൽക്കാൻ പോകുന്നില്ല. ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഉറക്കം പ്രോപ്പറായിരിക്കണം. ഏകദേശം 7-8 മണിക്കൂറോളം നമ്മൾ ഉറങ്ങിയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഓർമ്മിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉറക്കം കൂടി ഉറപ്പുവരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി 7ാമത്തെ കാര്യമാണ് ആരോഗ്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. അതായത് വെള്ളം ആവശ്യത്തിന് കുടിക്കുക,
അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ആരോഗ്യമുള്ള രീതിയാണ് എപ്പോഴും എല്ലാ ഓർമ്മശക്തി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർമ്മശക്തി വന്ന് ജന്മനാ കിട്ടുന്ന കഴിവല്ല, നമ്മൾ കൃത്യമായിട്ട് ശരീരങ്ങളോട് വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു കഴിവ് കൂടിയാണ് ഓർമ്മശക്തി എന്ന് പറഞ്ഞത്. ഓക്കെ, എന്ന് പോലെ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും വീണ്ടും വായിക്കുന്നതിന് പകരം ഓർമ്മയിൽ പറയാൻ ശ്രമിക്കാം. അതായത് നമ്മൾ ഒരു പേജ് വായിച്ച ശേഷം അടുത്ത പേജിൽ കിടക്കുന്നതിന് പകരം ആ പേജിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓർമ്മയില്. ഓക്കെ, നമുക്ക് പഠനൊരു ഭാരമായി കണക്കാക്കാൻ പാടില്ല. എപ്പോഴും അതൊരു വരദാനമായിട്ട്, അതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുക. ഓരോ മാസത്തിന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്യാം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള വഴിയായിട്ട് പഠനത്തെ കാണാൻ ശ്രമിക്കാം. ഒരിക്കലും ബാധ്യതയായി കാണരുത് എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒട്ടും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം മലയാളം വീഡിയോകൾക്കായിട്ട് മോട്ടിവേഷണൽ, അതുപോലെ തന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റ്, സൈക്കോളജിക്കൽ ഫാക്ട് ഒക്കെ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു.